അമ്മൂസും ഡ്രസ്സൊക്കെ മാറി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളിയാണെന്നാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താണെങ്കിലും നമ്മളിവിടെ ഓൾറെഡി പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ മഴയായിരിക്കും. അങ്ങനെ മാറ്റി 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 പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെങ്കിലും നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോവാണേ. എന്റെയും കറക്റ്റാ. നിന്റെ വേറെ വെളിച്ചം കിട്ടും. അങ്ങനെ നമ്മള് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. കറക്റ്റ് മുഖത്തോട്ട് തന്നെ അടിക്കുന്നുണ്ട് വെയില്. നമ്മള് പോവാണ്. യാത്രയായി. അവിടെ പോയിട്ട് അടിപൊളിയായാൽ മതിയായിരുന്നു. അടിപൊളിയായിരിക്കുന്നു തോന്നുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടോ അടിപൊളിയാണ് എന്ന്. നോക്കാം. നമ്മളത് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ. പിന്നെ ബസ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരിനെ കണ്ടു. വരുന്ന വഴിക്ക് അമ്മൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പം ഞാൻ ഓടി. അപ്പം അമ്മ നിൽക്ക് പോരാന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം ഓടി. ആദ്യം അവൾക്ക് എന്നെ കണ്ണാടി വെച്ചാണ് ഇപ്പോൾ മനസ്സിലായില്ല. ഞാൻ കണ്ണാടി ഇങ്ങനെ മാറ്റിയപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. കുറേ നാളെ കണ്ടിട്ടാണ്. നമ്മളങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് അങ്ങോട്ടുള്ള ബസ്സാണ്. പിന്നെ ഇടയിൽ നമുക്ക് ഇനി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് അങ്ങോട്ടുള്ള ബസ് ഇത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ പോലെ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. നമുക്ക് ഇറങ്ങാനുള്ളത് ലാസ്റ്റ് സ്റ്റോപ്പിലുമാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആരും കയറിയിട്ടില്ല. ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഡ്രൈവറെ കണ്ടപ്പോൾ ഫ്രണ്ട് അമ്മ ഒറ്റയ്ക്കുള്ള സീറ്റിലായിരിക്കുന്നത്. ബസ്സിലാരും ഇല്ല കേട്ടാ. ലാസ്റ്റ് ഒരാളിരിപ്പുണ്ട്. നമ്മളും ഉണ്ട്. അത്രേ ഉള്ളൂ. ഏതാട്ടോ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ പോണണ്ട. ട്രെയിൻ പോണ കുഞ്ഞു ട്രെയിനായിരിക്കും. ചെറുതാ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ബസ് നമ്മൾ പോകാറുള്ള മീഗ്രോസ് ആണത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ഇവിടുത്തെ മുന്തിരി തോട്ടമാണ് കേട്ടോ. വിൻ്റർ ആകുമ്പോഴത്തേക്കും ഇത് ഫുള്ള് കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞ് വിൻ്റർ കഴിയുമ്പോൾ ഇത് പതുക്കെ പിന്നെയും ഇങ്ങനെ കിളിർത്ത് വരും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് മുന്തിരിത്തോട്ടമാണ് നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു തുലിപ്പ് ഗാർഡനിലോട്ടാണ് കേട്ടോ. ഇതൊരു പാർക്കാണ് ലേക്ക് സൈഡിലുള്ളത്. അവിടെ ഇപ്പോൾ തുലിപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഈ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ ഇവിടെ ഏപ്രിലാണ്, ഒരു മെയ് വരെയൊക്കെ ഇവിടെ തുലിപ്പ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി തുലിപ്സ് ഉണ്ടാവും. പല ഷേപ്പിലും പല കളറിലുമുള്ള തുലിപ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് വെറൈറ്റി തുലിപ്സ് ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ പാർക്കിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നേ. ഈ പൂവൊക്കെ നോക്കി എന്തൊരു ഭംഗിയാലേ കാണാൻ. നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ടുള്ള പോലെ ഉണ്ട്. അതുപോലെ പല വെറൈറ്റി പൂക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ എല്ലാ പൂവും വെച്ചിരിക്കുന്നതിൻ്റെ താഴെ തന്നെ അതിൻ്റെ പേരും ഏത് വർഷമാണ് ഈ
പൂവ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാ ടൈപ്പ് പൂവിൻ്റെയും താഴെ അവരതിൻ്റെ ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വർഷമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് വർഷമാണ് ഈ പൂവ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മളിത് ഈ തുലിപ്പ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ വെറൈറ്റി തുലിപ്സ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി തുലിപ്സുകളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടും, നല്ല ഭംഗിയുണ്ട് എല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ അതേ ഒക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഇതേ കണ്ടോ ഒരുപാട് വെറൈറ്റി തുലിപ്സ് ഉണ്ട്. ഇത് വലിയൊരു പാർക്കാണ് കേട്ടോ. കുറേ ഇങ്ങനെ നമുക്ക് നടന്ന് കാണാനുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ടാണെങ്കിൽ ലേക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഭംഗി ഇരട്ടിക്കുന്നുണ്ട് കേട്ടോ. കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ, കുറേ ഭാഗത്തുണ്ട്. അപ്പോൾ ഇതൊരു തുലിപ്പ് ഫാം പോലെയല്ല, ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഒരു ചെറിയ ഏരിയയിൽ ഇങ്ങനെ പല വെറൈറ്റി അങ്ങനെയാണ് പൂക്കളുള്ളത്. അമ്മുന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ തുലിപ്സിനേക്കാളും അമ്മുന് ഇഷ്ടപ്പെട്ടത് മരങ്ങളാന്നാ പറഞ്ഞാണോ മുസേ? എന്താ ഞാൻ ഇരുത്തിയതല്ലേ നിന്നെ? മതി ബാ. ചേട്ടാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ആയിരിക്കും, ഞാൻ വരുമ്പോഴേ പറഞ്ഞു. ഞാൻ ഇച്ചിരിയും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു, ഇച്ചിരിയും കൂടെ, പക്ഷെ ഒട്ടുമില്ല. അമ്മുനെ ഇവിടെ വന്നിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാട്ടോ അമ്മൂസ് പറയുന്നേ. പക്ഷേ അമ്മു പ്രതീക്ഷിച്ചത് മറ്റേ തുലിപ്പ് ഫാമാണ്, നമ്മള് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? നെതർലാൻഡ്സിലൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലെയാണ് അമ്മു പ്രതീക്ഷിച്ചത്. ഇങ്ങനെ ഫുള്ള് വരുമ്പോ തുലിപ്സ് ഫാം ആയിരിക്കും. പക്ഷെ ഇത് ഒരുപാട് വെറൈറ്റി തുലിപ്സ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ കുറച്ചൊരു ഭാഗത്ത് വെച്ചേക്കാണ്. അങ്ങനെ പല പല വെറൈറ്റി തുലിപ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഓൾറെഡി വരണേക്കാൾ മുമ്പ് വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഈ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സംഭവം അറിയായിരുന്നു. വലിയ പ്രതീക്ഷ ഉണ്ടായില്ല. പ്രതീക്ഷ ഉണ്ടായാലും മീൻസ് തുലിപ്സ് കാണാം, അങ്ങനെ ഫാം പോലെ അല്ല എന്ന് നമുക്കറിയായിരുന്നു.
രാവിലെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു, നമ്മൾ കണ്ടതല്ലേ നമ്മൾ പള്ളിയിൽ പോയതൊക്കെ. പക്ഷെ ഇപ്പം കണ്ടോ നല്ല വെയിലായിട്ടുണ്ട്, നല്ല സൂപ്പർ അടിപൊളി വെയിലായിട്ടുണ്ട്. അതുകൊണ്ട് കൊള്ളാട്ടെ. മഴയാണെങ്കിൽ നമുക്കിന്ന് വരാൻ പറ്റില്ലായിരുന്നു. മഴ മാറി വെയിലായതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ റെഡും വൈറ്റും ഈ തുലിപ്സിൻ്റെ സെക്ഷൻ ഒരു സ്പെഷ്യൽ പാറ്റേണിലാണ് കേട്ടോ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറും അവരവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു പാറ്റേൺ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേണിലാണ് ഇവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തുലിപ്സ് ഒരു പ്രത്യേക ഷേപ്പിലാണ് കേട്ടോ അവർ വെച്ചേക്കുന്നത്. എന്തോ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ ഒരു മുകളിൽ പോയി നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, ആ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് കേട്ടോ ഫുള്ളായിട്ടുള്ള ആ ഒരു പാറ്റേൺ. ഇതിൻ്റെ പിക്ചർ അവർ ഓൾറെഡി താഴെ കൊടുത്തിട്ടുണ്ട് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ചിങ്ങനെ സ്റ്റെപ്സൊക്കെ ആയിട്ടൊരു വ്യൂ പോയിൻ്റ് പോലെ ആ പാർക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് ആ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഇതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇത് ഉള്ളത് ലേക്ക് സൈഡിലാണ്. അതെ ഇവിടെ ഈ കാണുന്ന ലേക്കാണ്. ലേക്ക് സൈഡിലാണ് ഈ തുലിപ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ടാണ് തുലിപ്സ് വെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ടാണ് തുലിപ്സ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മളിത് ലേക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. നല്ല വേവ്സ് ഉണ്ട് കേട്ടോ. ഇന്ന് കണ്ടോ നല്ല വേവ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 കളറായിട്ടാണ് നമുക്ക് കാണുന്നത്. 2 അല്ല അല്ലേ, നടുക്കൊരു മിക്സിങ്ങും കൂടി ഉണ്ടല്ലേ, ഒരു ഷെയ്ഡ്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ ആ മലയുടെ ഒക്കെ മുകളിൽ കുറച്ച് മഞ്ഞ് കാണാം. മഞ്ഞൊക്കെ ഏകദേശം ഉരുകി തീർന്നു. അവിടെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ അതെ അപ്പയും മോളും കാറ്റ് കൊണ്ടുകൊണ്ട് നിൽക്കുന്നു. അമ്മന്റെ മുഖത്തെന്താ ഒരു സങ്കടം മൂസേ? മുഖത്തെന്താ ഒരു സന്തോഷമില്ലല്ലോ? സന്തോഷം കൂടണമെങ്കിൽ എന്ത് വേണം? ചുമയർക്ക. നല്ല സുഖമുണ്ട് കേട്ടോ അവിടെ നിൽക്കാൻ. നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്, രസമുണ്ട് നിൽക്കാൻ. അതെ ഈ ലേക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഈസ്റ്ററിൻ്റെ സൺഡേ ആണ്, എല്ലാവർക്കും ഒഴിവായതുകൊണ്ടായിരിക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മിക്കവാറും എല്ലാ പൂക്കളും ഇങ്ങനെ ഫ്രഷായി നിൽപ്പുണ്ട്. ചില പൂക്കളൊക്കെ ഒരുവിധം കൊഴിയാറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. സീസൺ തീർന്ന് അതിൻ്റെ തീരാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പല വെറൈറ്റി കളറുകൾ. ഈ കളറൊക്കെ കണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ പൂവിൻ്റെ ഒരു കുഞ്ഞ് ഷെയ്ഡ് പോലെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ സെയിം ഷേപ്പും അല്ല കേട്ടോ, പല ഷേപ്പുകളും ഉണ്ട്. അതുപോലെ തന്നെ കളർ മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈ ചെടിയുടെ ഒക്കെ ഇടയിൽ ഇപ്പോൾ ഇരിക്കുമ്പോണ്ടല്ലോ ഇഷ്ടം പോലെ കൊതുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ പോയി. പ്രാണിയാണോ? പക്ഷെ കൊതു പോലെ ഉണ്ട്. എല്ലാം കൂടെ പറന്ന് നമ്മുടെ മേത്തോട്ട് വരുവേ.
നമുക്കിപ്പോൾ ഇത്രയും പൂക്കൾ കണ്ടതിലുണ്ടല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പും വെറൈറ്റി എന്ന് വെച്ചാൽ പണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത പൂക്കളുണ്ടല്ലോ, അതാണ് കേട്ടോ. ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത് പണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആ പൂക്കളൊക്കെയാണ് കേട്ടോ. ഇതേവരെ അപ്പാപ്പനും അമ്മാമ്മയും പോണുണ്ടോ. അമ്മാമ്മ വീൽ ചെയറിൽ, അപ്പാപ്പൻ തള്ളിക്കൊണ്ട് പോകുന്നു. നമ്മുടെ ചുറോസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. വീണ്ടും ചുറോസ് ഫാൻസ്. അക്കുറത്തിലിടാൻ വേണം. അങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞ് അമ്മ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിതേ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ആ സൈഡിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. വാവ്, എന്ത് അടിപൊളിയായിട്ടല്ലേ അപ്പാപ്പനും അമ്മയും ഡാൻസ് ചെയ്ത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നുമായിരുന്നേ. നല്ല അടിപൊളി, നല്ല വൈബായിട്ടാട്ടോ അവർ കളിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവള് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് കയ്പാന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് എന്റെ വാനില അവള് കൊണ്ടുപോയി. എക്സ്പ്രഷൻ കണ്ടപ്പോ ഞാൻ പിന്നെ കൊടുത്തു, കഴിക്കണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ സഹതാപം തോന്നി. മോളല്ലേ. നമ്മള് കണ്ട ഒരു കുഞ്ഞി, എന്താ പറയാ, റിവറോ, അത് ഈ ലേക്കിൽ വന്ന് ചേരുന്ന പോയിന്റാണ്. അങ്ങനെ നമ്മൾ തുലിപ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. അമ്മൂസിൻ്റെ ബാക്കിൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു ഈ തുലിപ്സിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാവേ.